ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേന്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ RRB ആണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണാൻ സാധിക്കും. സീരിയൽ നമ്പർ 04/2026 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. JE ആണ് കേട്ടോ പോസ്റ്റ്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയറും അതുപോലെ തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 14/8/2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 13/9/2026 വരെ, ഒരു മാസത്തിന്റെ അടുത്ത് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് അടക്കാനായിട്ട് 2 ദിവസം എക്സ്ട്രീം നൽകുന്നുണ്ട്. അതായത് 14-15 ഇവിടെ കാണാൻ സാധിക്കും. 15/9/2026 വരെ നമുക്ക് അപേക്ഷാ ഫീസ് അടക്കാൻ സാധിക്കും. പിന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷ തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക. അപേക്ഷയിൽ തെറ്റ് വന്നിട്ട് തിരുത്താൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫീ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ 16/9/2026 മുതൽ 25/9/2026 വരെ നിങ്ങൾക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു സമയം കൂടി റെയിൽവേ അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്, വാരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയറിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്. JE പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ്. ലെവൽ 6 ആണ് പേ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. 35,400 ബേസിക് ശമ്പളം. ഇത് ബേസിക് ആണ്. ഇതിന്റെ ഡബിൾ മടങ്ങ് വരെ നമുക്ക് കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ശമ്പളം ഏകദേശം ഉണ്ടാവും. ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് വരുമ്പോഴാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം 3,993 ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. 4,000 ഒഴിവിന്റെ അടുത്ത് ഏകദേശം ഉണ്ട് കേട്ടോ. 4,000 ഒഴിവിന്റെ അടുത്താണ് ഇപ്പൊ അപേക്ഷകൾ, അതായത് നോട്ടിഫിക്കേഷൻ 4,000 ഒഴിവിന്റെ അടുത്തേക്കാണ് വിളിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ആദ്യം ഏജ് ലിമിറ്റ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. 18 to 33 വയസ്സ് വരെ നമ്മൾ പറഞ്ഞു. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ OBC ഒക്കെ ജനറൽ വിഭാഗമാകുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2009 2/1/1994 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. OBC NCL ആകുമ്പോൾ, നോൺ ക്രിമിനൽ ആകുമ്പോൾ 2/1/1991 ഈ ഡേറ്റിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC/ST ആകുമ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അപേക്ഷാ ഫീസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. എല്ലാവരും 500 രൂപ അടക്കണം. 500 രൂപ അടച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ, പരീക്ഷ വിജയിക്കാനാണ് നമ്മൾ എഴുതുന്നത് തീർച്ചയായിട്ടും. പക്ഷെ ആദ്യഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അപ്പിയർ ചെയ്താൽ, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ 400 രൂപ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. അത്യാവശ്യം നല്ല സമയം എടുക്കും കയറാൻ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നും കയറത്തില്ല. ചില പരീക്ഷന്റെ വർഷങ്ങളോട് എടുത്തതുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്നതുണ്ട്. അപ്പൊ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ടൈം എടുക്കാം. മുമ്പുള്ള ചില എക്സാമിന്റെ ആണ് കേട്ടോ. ഇപ്പൊക്കെ കുറച്ചധികം പെട്ടെന്ന് വേണ്ടിയൊക്കെ പറയാം. എന്തായാലും അതിന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത്. കിട്ടും, തിരിച്ചു കിട്ടും. പക്ഷെ നല്ല ടൈം ഡ്യൂറേഷൻ പിടിക്കാറുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഘട്ടം എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 400 രൂപ തിരിച്ചു കയറും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 250 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ 250 രൂപ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ മുഴുവൻ തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചെറിയൊരു ഡിഡക്ഷൻ ഫീസ്, അതായത് ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസ് പോലെ 1-2 രൂപയായിട്ട് ചെറിയൊരു രൂപ പിടിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും. സ്റ്റേജ് 1 എക്സാം ഉണ്ടാവും. അത് പാസ്സാവുന്നവർക്ക് സ്റ്റേജ് 2 എക്സാം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ഇതൊക്കെ പാസ്സായിട്ട് ഫൈനൽ ലിസ്റ്റിൽ വരാൻ സാധിക്കും. ഫൈനൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 90 മിനിറ്റിന്റെ പരീക്ഷയാണ്. 120 മിനിറ്റ്സ് 90 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള പരീക്ഷയാണ്. പിന്നെ സ്ക്രൈബിനാണ് 120 മിനിറ്റ് വരുന്നത് കേട്ടോ. 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ സിലബസും കാര്യങ്ങളൊക്കെ മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അങ്ങനെ 100 മാർക്കിന്റെ പരീക്ഷയാണ്. വെയിറ്റേജ് പോകുന്നത് മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സയൻസ് തുടങ്ങിയ വിഭാഗത്തിനാണ്. ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. 90 മിനിറ്റിന്റെ പരീക്ഷയാണ്. അപ്പോൾ CBT 2ന്റെ വിശദ വിവരങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. CBT 2 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. CBT 2ന്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യഘട്ടം ജയിക്കുന്നവർക്ക് 2ാം ഘട്ടം ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഏകദേശം നമുക്ക് 31-31 പേജിലൊക്കെ ആയിട്ട് 31 പേജാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജൂനിയർ എഞ്ചിനീയർ ഓരോരോ പോസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ്, ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഓരോരോ പോസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപേക്ഷിക്കാൻ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ 3 ഇയർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അല്ലെങ്കിൽ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്കും 3 ഇയർ ഡ്യൂറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പതിയെ സ്ക്രോൾ ചെയ്ത് പോകാം. ഇതൊക്കെയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പം വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പട്ടിക കാണാൻ സാധിക്കും, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെ വിഭാഗമുണ്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് ഏതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിവിൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് ഏതൊക്കെ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അത് ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡ്യൂറേഷൻ ഉള്ളത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മെഗട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് സ്ട്രീം ഡിപ്ലോമയിലൂടെയോ അല്ലെ ഡിഗ്രി കോഴ്സിലൂടെയോ കംപ്ലീറ്റ് ചെയ്ത്, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓരോരോ റെയിൽവേയിലേക്ക്, അതായത് RRB സോണിലേക്കും വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് പിന്നീട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിന്റെ വേക്കൻസി കൊടുത്തത് ഇത് ബാംഗ്ലൂരിന്റെയാണ്. ഏതൊക്കെ പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ വിശദ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തിന് എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്ന് കാണാനായിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മുടെ തിരുവനന്തപുരത്ത് ആകെ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് 101 വേക്കൻസി തിരുവനന്തപുരത്ത് മാത്രമായിട്ട് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതുപോലെ ജനറൽ സർവീസ് എന്ന് പറഞ്ഞ പോസ്റ്റ് കാണാൻ സാധിക്കും. ജനറലിന് ഒരു ഒഴിവായിട്ട് വന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാറ്റഗറി വൈസിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ OBCക്ക് 2 ഒഴിവ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഒഴിവ് 3 എണ്ണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവുകൾ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏതൊക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെന്നുള്ള രീതികൾ നമുക്കിവിടെ ജൂനിയർ എഞ്ചിനീയർ SNT സിഗ്നൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് 5 ഒഴിവിൽ. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ SNT കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ആണ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 101 ഒഴിവ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 3993 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, ഇതെങ്ങനെ എടുക്കാം, അതുപോലെ ഏതിലൂടെ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് 13/9/2026 എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ആവും. ഞാൻ ഇത്ര നേരം കാണിച്ച സംഭവം നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കും. ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ള നിരവധി പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഡിപ്ലോമ ഉള്ളവരുണ്ടാവും, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട്, വരുന്ന അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോപ്പറായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്.